അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഴ്ച സൂറത്ത് കഹ്ഫിലെ 21-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ നമ്മള് ഫഖാലു ഫഖാലുബ്നു അലൈഹിം ബുന്യാനൻ റബ്ബുഹും അഅലമു ബിഹിം ഫഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അപ്പോൾ ഈ ഗുഹാവാസികളെ നാട്ടുകാർ കണ്ടെത്തുന്നു, അവര് തിരിച്ചു വരുന്നു. അവര് പട്ടണത്തിലേക്ക് ഭക്ഷണത്തിന് പോയ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് ഗുഹാമുഖത്തേക്ക് വരികയും മറ്റുള്ളവരെയും കാണുകയും ഉടനെ അവര് മരിച്ചു വീഴുകയും പിന്നീട് അവർക്ക് ചുറ്റും നടക്കുന്ന ആളുകളുടെ സംസാരങ്ങളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അവരുടെ വിഷയത്തിൽ അതിരുകിടന്ന ആളുകൾ അവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നാം അവർക്ക് മുകളിൽ ഒരു മസ്ജിദ് പണിയാമെന്ന്. അതിനു മുമ്പ് ചില ആളുകൾ പറഞ്ഞു അവർക്ക് മുമ്പിൽ നമുക്കൊരു ബുന്യാനൻ, ഒരു എടുപ്പ് നിർമ്മിക്കാം, ഒരു സ്മാരകം നിർമ്മിക്കാമെന്ന്. അപ്പൊ ഇവിടെ എന്തിനാണ് അള്ളാഹു ആ ചുറ്റും കൂടിയ ആളുകളുടെ ഈ രണ്ട് സംസാര വിഷയത്തെ എടുത്തു തിരിക്കുന്നത്? നമുക്കത് എന്താണ് പാഠമുള്ളത്? നമുക്കിടയിലും ഈ രൂപത്തിൽ ചരിത്ര പുരുഷന്മാർക്ക് മുകളിൽ അല്ലെങ്കിൽ അവരുടെ ഖബറുകൾക്ക് മുകളിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മൾ. സത്യത്തിൽ ഈ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ആ ജനതയുടെ ഈ സംസാര വിഷയത്തെ അള്ളാഹു എടുത്തു ധരിക്കുന്നതിലൂടെ എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ദുർബല മാനസികാവസ്ഥയെ നമുക്ക് മുമ്പിൽ അള്ളാഹു പ്രകടിപ്പിക്കുകയും, നിങ്ങൾ ഈ രൂപത്തിൽ നിർമ്മിതികൾ നടത്തി സ്മാരകങ്ങൾ നിർമ്മിച്ച് അല്ലെങ്കിൽ പള്ളികൾ നിർമ്മിച്ച് സായുജ്യം അടയേണ്ടവരല്ല. അതിനപ്പുറം ഇത്തരത്തിലുള്ള മഹൽ വ്യക്തിത്വങ്ങളുടെ ജീവിത കാലടിപ്പാടുകളെ പിന്തുടർന്ന് നിങ്ങളും നിങ്ങളുടെ ഭൂമികകളിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ധീരന്മാരായ ധർമ്മവാഹകരായി മാറുകയാണ് വേണ്ടത് എന്ന പാഠമാണ് അതിന് പിന്നിൽ അള്ളാഹു നൽകുന്നത്. അത്തരത്തിലുള്ളൊരു പാഠമാണ് നൽകുന്നത് എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് പിന്നീടുള്ള അവരുടെ തന്നെ സംസാരത്തെ എടുത്തുതിരിക്കുന്നതിലൂടെ അള്ളാഹു ഊട്ടിയുറപ്പിക്കുന്നത്. എന്താണ് പിന്നീട് അവർ പറയുന്നത്? സയഖൂലൂന സലാസത്തു, അവർ പറയുന്നു ആ ഗുഹാവാസികൾ മൂന്നായിരുന്നു എന്ന്. റാബിഉഹും കൽബുഹും, അവരിൽ നാലാമൻ അല്ലെങ്കിൽ നാലാമതായിട്ടുള്ളത് അവരുടെ നായയായിരുന്നു എന്നവർ പറയുന്നു. അല്ല, വയഖൂലൂന, മറ്റൊരു കൂട്ടർ പറയുന്നു ഹംസത്തുൻ സാദിസുഹും കൽബുഹും, അവര് 5 പേരായിരുന്നു, ആറാമനായി അവരുടെ നായയാണ് ഉണ്ടായിരുന്നത്. റജ്മം ബിൽ ഗൈബി, റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞാല് ഖൗലും ബില അമലിൻ ഉണ്ടോ, അവിടെ അങ്ങനെയാണ് അതിനെ ഇമാം ഷഅറാബി വിശദീകരിക്കുന്നത്. ഖൗലുൻ ബില അമലിൻ, കർമ്മമില്ലാതെ, കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ വെറും വർത്തമാനങ്ങൾ മാത്രം ഇവർ പറഞ്ഞ് സായുജ്യമടയുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഖൗലും ബില അമലിൻ എന്നുള്ളതിനെ പിന്നെ ഇമാം ഷഅറാബി തന്നെ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നുണ്ട്. റമിയം ബിൽ ഖബറിൽ ഖഫീ ഐ വന്നം മിൻ ഗൈരി ദലീലിൻ വലാ ബുർഹാനിൻ, ഒരു തെളിവുമില്ലാതെ, അവർക്കൊരു ബോധവുമില്ലാതെ അവരാ വിഷയത്തിൽ എന്താക്കുകയാണ്, പിന്നീട് വന്ന ആളുകൾ ഇങ്ങനെ തർക്കിക്കുകയാണ്. അപ്പോ അവിടെ നിന്ന ആളുകൾ സംസാരിച്ചത് ഇവരുടെ പിന്നെ ഇവരുടെ ഈ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പിന്നെ മുകളിൽ, ആ ഗുഹക്ക് മുകളിൽ നമുക്കൊരു സ്മാരകം പണിയാം, ഒരു മസ്ജിദ് പണിയാം എന്നാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ
ആ സമൂഹത്തിലുണ്ടായ സംസാര വിഷയം ഇവര് 3 അതോ 5 എന്നുള്ള ചർച്ചയാണ് ഇവർക്കിടയിൽ നടക്കുന്നത്. അപ്പൊ അവർക്കൊരു അറിവുമില്ലാത്ത വിഷയത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാണ്. ആ സമൂഹത്തിലുള്ള ചർച്ച ഇവർക്ക് മുകളിൽ പിന്നെ സ്മാരകം പണിയണം, അല്ലെങ്കിൽ മസ്ജിദ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പിന്നീട് വന്ന സമൂഹം സംസാരിക്കുന്നത് അവരുടെ എണ്ണത്തെക്കുറിച്ചാണ്, അവരുടെ ആധിക്യത്തെക്കുറിച്ചാണ്, അവരിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നീട് അവർക്കിടയിലുള്ള ചർച്ച. അപ്പൊ എവിടെയും ആ സമൂഹത്തിന്റെ ധീരമായ നിലപാടുകളെ സ്വീകരിക്കുവാനോ അവർക്ക് പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള മഹാ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിന് പിന്നിൽ അവർ അവരുടെ വിശ്വാസത്തെ ഏത് രൂപത്തിലാണ് സംരക്ഷിച്ചതെന്നും അള്ളാഹുവിന്റെ നിയമങ്ങളെ ഏത് രൂപത്തിലാണ് അവരുടെ ജീവിതത്തിൽ അവര് പാലിച്ചതെന്നോ അതിന് ഫലമായി അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെ നമ്മളും എന്താക്കേണ്ടതുണ്ട്, ജീവിതത്തില് നമ്മളും പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തെ പൂർണ്ണമായി പിന്തുടർന്ന് ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ നമ്മളും ധീരരും അതിശക്തരുമായി മാറേണ്ടതാണ് എന്നുള്ള ചിന്തകൾക്കപ്പുറം പുതിയ ലോകത്ത് എണ്ണങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ഒരു വിഷയമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇവിടെ പൊതുവെ പിന്നെ പറയാറുള്ളത് അദൃശ്യ കാര്യത്തെ പറ്റിയുള്ള ഊഹം പറയുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ്. റജ്മം ബിൽ ഗൈബി എന്നുള്ളതിനെ പൊതുവെ നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം പറയാറ്. എന്തുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരുടെ സംസാരത്തോടൊപ്പം അഥവാ സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും എന്ന് പറഞ്ഞതിനോടൊപ്പം റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞത് വെച്ചാല് ഇതൊരിക്കലും ശരിയല്ല, ഈ വാദം ശരിയല്ല എന്നുള്ളതാണ്. അഥവാ അവിടെ അള്ളാഹു ചെറിയൊരു വസ്തുതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് ഇമാം ഷഹറാവി പറയുന്നുണ്ട്. അതായത് ഈ മൂന്നും അതോടൊപ്പം നായയും കുട്ടി 4 പിന്നെ അംഗങ്ങളായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന വാദവും, അല്ല അവർ 5 പേരും അവരോടൊപ്പം അവരുടെ നായയും ഉണ്ടായിരുന്നു, അങ്ങനെ അവർ 6 പേരായിരുന്നു എന്നുള്ള വാദവും അത് ശരിയല്ല എന്ന് പറയുകയാണ് റജ്മം ബിൽ ഗൈബി എന്നുള്ളത് കൊണ്ട്. എന്നാൽ അതിനുശേഷം വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞതിനോടൊപ്പം റജ്മം ബിൽ ഗൈബി എന്ന് ചേർത്തിട്ടില്ല. അപ്പൊ അത് അവരുടെ എണ്ണം ശരിയാണ് എന്നുള്ളതിലേക്ക്, ആ വാദം ശരിയാണ് എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയുണ്ട് എന്ന് ഇമാം ഷാറാവി പറഞ്ഞു വെക്കുന്നു. ഈ വർത്തമാനമാണ് ശരിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. അതേതാണ്? സബഅത്തുൻ വസാമിനുഹും കൽബുഹും, അവര് 7 പേരായിരുന്നു, 8ാമനായിട്ട് നായയും ഉണ്ടായിരുന്നു എന്ന വാദം ശരിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതിലേക്കുള്ള സൂചന എന്താണ്? അതോടൊപ്പം റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ റജ്മം ബിൽ ഗൈബി എന്ന് ഇടയിൽ പറയുന്നതിന് പകരം ഈ വർത്തമാനവും എടുത്തു തിരിച്ചതിന് ശേഷം അള്ളാഹു ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ വാക്ക് അഥവാ സബഅത്തുൻ വസാമിനുഹും കൽബുഹും എന്നുള്ളത് ശരിയോട് അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. എന്നാലും അള്ളാഹു പിന്നീട് പറയാൻ ആവശ്യപ്പെടുകയാണ്, ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം, നബി അങ്ങ് പറയണം എന്താണ്, അവരുടെ എണ്ണം എത്രയാണെന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്, അങ്ങയുടെ നാഥനാണ് എന്ന് അങ്ങ് പറയണം. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, അവരെ കുറിച്ച് വളരെ അല്പം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെന്താണ്? ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറൻ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ, അവരെ കുറിച്ച് വലാ തുമാരി ഫീഹിം എന്ന് പറഞ്ഞാൽ വലാ തുജാദിൽ ഫീ അംരിഹിം, അവരുടെ വിഷയത്തിൽ അങ്ങ് തർക്കിക്കരുത്. ഇല്ലാ മിറാഅൻ ളാഹിറൻ, വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കരുത്. അപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് അറിവില്ലാത്ത, വ്യക്തമായി തെളിവില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞ് സമയം കളയരുത്. കാരണം അത് ഇവിടെ ആവശ്യമില്ലാത്തൊരു ചർച്ചയാണ്.
അവരെത്രയായിരുന്നു, അവരുടെ എണ്ണം എത്രയായിരുന്നു, അവരുടെ രൂപം എന്തായിരുന്നു, കാലം എന്തായിരുന്നു, ദേശം എന്തായിരുന്നു, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനപ്പുറം ആവശ്യമുള്ള വിഷയം എന്താണ്? അത് അള്ളാഹു പറഞ്ഞു പോയ വിഷയമാണ്. അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത, അവരെങ്ങനെയാണ് അവരുടെ സമൂഹത്തെ നോക്കിക്കണ്ടത്, ആ സമൂഹത്തിന്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു, അവർ ഈ ഗുഹാമുഖത്ത് അഭയം പ്രാപിക്കാനുള്ള കാരണം എന്താണ്, ആ നാടിന്റെ ഭരണാധികാരിയുടെ സ്വഭാവം എന്താണ്, ഇത്തരത്തിലുള്ള അധികാരികളും സംഭവങ്ങളും നിങ്ങളുടെ ഭൂമികകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്, ആരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, ആരിലാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്, ആരോടൊപ്പമാണ് നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് എന്നെല്ലാമുള്ള അള്ളാഹുവിന്റെ വിവരണത്തെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. അപ്പോ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ പറയുന്ന വർത്തമാനങ്ങൾ തെളിവോടുകൂടിയല്ലാതെ നിങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യരുത്. ഇതാണ് അള്ളാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്ന ചില അടിസ്ഥാന വിഷയങ്ങൾ ഇതാണ്. അപ്പോ നമ്മൾ ഏകദേശം ഈ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ അവസാനിക്കാൻ പോവുകയാണ്. ആ അതിന്റെ ഒരു നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞൊരു വിഷയം ഇനി ഒന്നോ രണ്ടോ ആയത്ത് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. എന്താണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ച ഒരു വിഷയത്തിൽ അസ്ഹാബുൽ കഹ്ഫ് എങ്ങനെയാണ് അവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് എന്ന് ഇൻഷാ അല്ലാ ഒന്നോ രണ്ടോ ആയത്ത് കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ചേർത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അള്ളാഹു നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഈ ഗുഹാവാസികൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ എത്രയായിരുന്നു എന്ന് കൃത്യമായിട്ട് അള്ളാഹു പറയുന്നില്ല. അവരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല, നാട് പരാമർശിക്കുന്നില്ല, അവരുടെ സമൂഹത്തിന്റെ മറ്റു വിഷയങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പല സംഭവങ്ങളും കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് പറയാതെ, നാട് പറയാതെ, കാലം പറയാതെ അള്ളാഹു അത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു പോകുന്നത്? ഉദാഹരണമായിട്ട് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു എന്ന സൂറത്ത് ഗാഫിറിൽ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതുപോലൊരു സംഭവം പറയുന്നുണ്ട്. മൂസാ നബി വരുന്നു, ഫിർഔന്റെ അടുക്കലേക്ക് വരുന്നു, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങി വരുവാനും എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന്റെ മാത്രമാണെന്നും ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കരുതെന്നും തന്റെ പ്രജകളെ ഭിന്നിപ്പിച്ച് ഭരിക്കരുതെന്നും അവരെ പീഡിപ്പിക്കരുതെന്നും അവരെ മക്കളെ കൊല്ലരുതെന്നും എന്നെല്ലാം പറഞ്ഞ് ഒരു പ്രവാചകൻ കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ആ അധികാര കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരു ശബ്ദം ഉയരുന്നുണ്ട്. അപ്പോ ആ വ്യക്തിയെ അള്ളാഹു പേരെടുത്ത് പരാമർശിക്കുന്നില്ല. മൂസാ നബിയെ പരാമർശിക്കുന്നുണ്ട്, അത് ഹാറൂൻ നബിയെ പരാമർശിക്കുന്നുണ്ട്. എന്നാല് ആ പ്രവാചകന്റെ കൂടെ ആ ഒരു വ്യക്തിയുടെ നാമം പരാമർശിക്കുന്നില്ല. വഖാല റജുലുൻ മുഅ്മിനുൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയും അള്ളാഹു ഈമാൻ എന്ന് പറയുന്ന ഒന്നിന്റെ സൗന്ദര്യത്തെ, അതിന്റെ ശക്തിയെ, അതിന്റെ വീര്യത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ചത് വഖാല റജുലുൻ മുഅ്മിനുൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ, അത്ര മതി. അപ്പൊ ഇവിടെ നിങ്ങളിൽ ദൃഢബോധ്യമുണ്ടോ അള്ളാഹുവിനെ കുറിച്ച്, ഈ പ്രപഞ്ചനാഥനെ കുറിച്ച്, നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യം എന്താണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയും ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. മിൻ ആലി ഫിർഔന, ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് പറയണത്. അപ്പോ ഇവിടെ കുറെ വിഷയങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇമാം ഷഅറാബി തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാരണം ഫറോവക്ക് മുമ്പിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഏറെ സ്വീകാര്യനായ വ്യക്തിയായിരിക്കണം. കാരണം ഒരു ധിക്കാരിയായ
നിഷേധിയായ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും നാഥനെന്ന് ഉറക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വയം പ്രതിഭകളെ പൂജിക്കുകയും ചെയ്യുന്ന, നമ്മുടെ നാടിന്റെ എല്ലാം തന്നെ സാഹചര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പിന്നെ വ്യക്തിത്വമായിരുന്നു ഫറോവ. അപ്പോ അത്തരം ഒരു വ്യക്തിയുടെ മുമ്പിൽ ആർജവത്തോടു കൂടി പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഏറെ സ്വീകാര്യതയുള്ള വ്യക്തി ഉണ്ടായിരിക്കണം. ഇവിടെ മറ്റൊരു പാഠം കൂടി അള്ളാഹു നൽകുന്നുണ്ട്, പേര് പറയാത്തത് കൊണ്ട്. എല്ലാ സമൂഹത്തിലും ഇതുപോലെ നീതിമാന്മാരായ ആളുകൾ ഉണ്ടാവും. അനീതിയോട് സമരസപ്പെടാത്ത, അക്രമത്തെ ന്യായീകരിക്കാത്ത, മനസ്സുകൊണ്ട് വെറുക്കുന്ന ആളുകൾ ഇതിൻ്റെ എല്ലാം ഉള്ളിലുണ്ടാവും. അവിടെ അത്തരം ആളുകളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ, അത്തരം ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പിന്തുണകൾ നേടണമെങ്കിൽ പടച്ചോനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടതുണ്ട് കേട്ടോ എന്നുള്ളതാണ്. അവരുടെ നാഥനെ കുറിച്ചുള്ള ശക്തമായ ബോധം അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ബോധമാണ്. നമ്മൾക്ക് വലിയ പാടുണ്ട് ഇതിൻ്റെ ഉള്ളിലല്ലോ. പലതും പറയും, നമ്മൾ പലതും വെച്ചിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കും. അതല്ല അതിനപ്പുറം ഇത്തരം ആളുകളുടെ മനസ്സിനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, നിങ്ങൾ നീതിബോധമുള്ള ഒരു സമൂഹമാണെന്ന് അവരെ തെര്യപ്പെടുത്തുവാൻ, നിങ്ങൾ പറയുന്നതെല്ലാം കളവാണ് എന്ന് ഉറക്കെ പറഞ്ഞ് ഞങ്ങൾ നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വാഹകരാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തുമ്പോൾ, ധർമ്മം ഉള്ളിൽ സൂക്ഷിക്കുന്നവർ, സത്യത്തെ സ്നേഹിക്കുന്നവര് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. അവിടെ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ തഖ്ദീറിന്റെയും തദ്ബീറിന്റെയും ഭാഗമാണ്. പക്ഷെ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇന്നും ലോകത്ത് ജീവിക്കുകയും പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയോടൊപ്പം ചേർന്ന് നിന്നാൽ അവരിൽ നിന്ന് വല്ലതും കിട്ടുമെന്നുള്ള മോഹം കൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. ഇന്നുകൊണ്ട് എത്രയോ ആളുകളുണ്ട് നമ്മുടെ. പക്ഷേ അവരുടെ എല്ലാം തന്നെ മനസ്സിനെയും അവരുടെ എല്ലാം തന്നെ കർമ്മങ്ങളെയും നീതിക്ക് അനുകൂലമാക്കണമെങ്കിൽ, സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാക്കി അവരെ മാറ്റണമെങ്കിൽ, നിങ്ങൾ ഉറക്കെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചെല്ലാം തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് മൂസാ നബിയിലേക്ക് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. അപ്പോ ഇവിടെ അത് നമ്മൾ കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതിൽ തന്നെ മറ്റൊരു ഭാഗത്ത് അത്തരം വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ പരാമർശിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ വഖാല റജുലുൻ മുഅ്മിനുൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫറോവയുടെ സന്നിധിയിൽ ഏറെ സ്വീകാര്യനായ വ്യക്തിയായിരുന്നിട്ട് പോലും ആ വ്യക്തിയുടെ നാമത്തെ അള്ളാഹു ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആ കർമ്മത്തിലേക്ക് നിങ്ങൾ നോക്കൂ. അത്തരം ഒരു വ്യക്തിയെ, അയാളുടെ മനോഭാവത്തെ പുറത്തു കൊണ്ടുവരാനുള്ള കർമ്മത്തെ നിങ്ങൾ സ്വീകരിക്കൂ എന്നുള്ള ഒരു പാഠമാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഖസസിൽ തന്നെ, സൂറത്ത് യാസീനിൽ അള്ളാഹു ഒരു സംഭവം പറയും. സൂറത്ത് ഖസസിലും അത്തരം ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണ്? വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നും ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു. സത്യത്തിൽ ഈ വ്യക്തിക്ക് ഏറെ മഹത്വമുണ്ട്. കാരണം എല്ലാവരും ആ പ്രവാചകന്മാരെ കൈയൊഴിഞ്ഞപ്പോൾ നിരന്തരം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നിട്ട് ഒരു സമൂഹത്തിന്റെ നാളത്തെ ഭാസുരമായ ജീവിതത്തിന് വേണ്ടി അവരുടെ സ്വർഗലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ പ്രവാചകന്മാരെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ആ വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തിക്ക് വലിയ മഹത്വമുണ്ട്. കാരണം പ്രവാചകന്മാരെ ക്രൂരമായി കൊല്ലുമ്പോൾ നിശബ്ദത പാലിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്യരുതിട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇത് അനീതിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിലകൊണ്ട, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചോദിക്കുന്ന വ്യക്തി മഹാധീരനായിരിക്കണം. എന്നിട്ടും അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്താണ്? എന്റെ സമൂഹമേ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ. നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കാത്ത ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റൂ. അവർ എത്ര ശുദ്ധമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, എത്ര നിഷ്കളങ്കമായിട്ടാണ് സമൂഹമേ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവർ കൊതിക്കുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവർ വെമ്പൽ കൊള്ളുന്നത്.
അതിനാൽ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ. എല്ലാവരും നിരാകരിക്കുകയും നിഷേധിക്കുകയും അവരുടെ കൊലയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും അവരെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുമ്പോൾ കടന്നു വന്ന് ആ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വിരിച്ചു നിന്ന് ഉച്ചത്തിൽ പറയുകയാണ് നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ എന്ന്. അപ്പൊ അള്ളാഹു ആ വ്യക്തിത്വത്തെയും അള്ളാഹു എടുത്തു കാണിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല. എന്നാൽ എന്താണ് പറയുന്നത്? ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. കുറെ പാഠങ്ങളുണ്ട് ഇതിലെല്ലാം തന്നെ. എന്താണ്? നമ്മളും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടോ? അതിനനുസരിച്ച് ഒരു സമൂഹത്തിന് നീതിബോധം നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. നീതിബോധം എന്ന് പറയുന്നത് അമ്പിയാക്കന്മാർ നിസ്സാരത്തിനെ കുറിച്ചാട്ടോ ഞാൻ പറഞ്ഞത്. കാരണം അമ്പിയാക്കന്മാർ ത്രാസുമായിട്ട് വന്നെന്നല്ല പറഞ്ഞത്, അള്ളാഹു നിയോഗിച്ചു എന്നാണ്. എന്താണ്? നീതി നടപ്പാക്കാൻ. അപ്പൊ നമ്മൾ ആ നീതിബോധത്തെക്കുറിച്ച്, ആ റിസാലത്തിനെ കുറിച്ച്, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ വ്യക്തിത്വവും അവരുടെ വിശ്വാസവും ആരിലായിരിക്കണമെന്നും അത് അവരുടെ വ്യക്തിത്വം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും അവരെങ്ങനെയാണ് എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മോചിതരാകേണ്ടത് എന്നും ഉറക്കെ പറയുമ്പോൾ അവർക്കിടയിൽ നിന്ന് ഇത്തരം ആളുകൾ സംരക്ഷകരായി പിന്തുണച്ചുകൊണ്ട് വരുമെന്ന് അള്ളാഹു പഠിപ്പിക്കാനുണ്ട്. ഇനി സൂറത്ത് ഖസ്സിലേക്ക് നോക്കി, മൂസാ നബിയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കി. ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞ ഈ സൂറത്ത് യാസീനിലെ ഈ ആയത്ത് 20-ാമത്തെ ആയത്താണ്. സൂറത്ത് ഖസ്സിലെ 20-ാമത്തെ ആയത്തിലും ഇതുപോലെ മൂസാ നബിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിടെ പറയും വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി. അതിന് മേലുള്ള സൂറത്ത് യാസീനിൽ വജാ മിൻ അഖ്സൽ മദീനത്തി എന്ന് മുൻപും പിൻപുമായിട്ട് ഈ ആയത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചു. അതിലും ചില വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞു, മറ്റ് സൂറത്ത് ഖസ്സിൽ അതിനെ പിന്തിച്ചു എന്നുള്ളതെല്ലാം തന്നെ ഇമാം ഷഅറാവി മനോഹരമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഇവിടെയും വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നും ഒരാൾ വന്നു. ഉളരിക്കൊണ്ട് വന്നു. ഖാലയാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. അതാ ഈ അധികാരികൾ ഉണ്ടല്ലോ, നിനക്കെതിരെ ഗൂഢാലോചനകൾ ചമഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മൂസ. ലിയഖ്തുലൂക, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഫഖ്റുജ്, അതിനാൽ നീ വേഗം പുറപ്പെട്ടോ. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ നിനക്ക് ഗുണദോഷികളിൽപ്പെട്ടവനാണ്, അതിനാൽ വേഗം പുറപ്പെട്ടോ. അപ്പൊ ഇവിടെ ഈ രണ്ട് വ്യക്തിയും അങ്ങ് പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ അള്ളാഹു പ്രത്യേകം പറയാണ് അഖ്സൽ മദീനത്തി എന്ന്. ഇനി ആ ചർച്ച കൂടി അങ്ങ് പറഞ്ഞു പോകാം. അതായത് ഒരു പ്രവാചകന്മാർ മനുഷ്യരോട് കാണിച്ച അവരുടെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അവരിലേക്ക് പകർന്നു നൽകാൻ അവര് കാണിച്ച ആ നീതിബോധത്തിന്റെ ആഴം എത്രയാണ് എന്ന് ഈ ഒരൊറ്റ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നും ഒരു വ്യക്തി വരണമെങ്കിൽ അത്രത്തോളം ഉച്ചത്തിൽ പടച്ച തമ്പുരാനെ കുറിച്ച് ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കിളവിയായ ഉമ്മയുടെ ഭാണ്ഡം പേറി കൊണ്ടുപോയിട്ട് ഒരു പട്ടണത്തിന്റെ അങ്ങേ തലയിൽ ഒരു കുഗ്രാമത്തിൽ വസിക്കുന്ന ഒരു ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ എല്ലാവരും പറയാറില്ലേ? നമ്മളെ നാട്ടിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം ഭയങ്കര ആവേശത്തോടു കൂടി പറയാറുണ്ട്. എന്നാൽ ആ സംഭവത്തിൽ ഇതുപോലെ ചില ജീവിത ചിന്തകളെ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. എന്താണ് അവിടെയും നമ്മൾ പറയാതെ പോകുന്നൊരു വിഷയമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരു കുഗ്രാമത്തിൽ കിടക്കുന്ന ഒരു ഉമ്മയുടെ ചെവിയിൽ പോലും മുഹമ്മദി എന്ന നാമം കേൾക്കാൻ മാത്രം റസൂലുള്ള ആ സമൂഹത്തിൽ അള്ളാന്റെ റിസാലത്തിനെ അഗാധമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവാണ് അത് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് ആ ഭാണ്ഡം ചുമന്ന് ആ കുഗ്രാമത്തിൽ ആ ഉമ്മയോടൊപ്പം നടന്ന് ആ ഉമ്മയുടെ വീടിൻ പടിക്കൽ കൊണ്ടുപോയിട്ട് ചുമട് വെച്ചു കൊടുക്കുമ്പോഴ് പട്ടണത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് കേട്ടോ, അയാളെ പേര് മുഹമ്മദ് എന്നാണ് കേട്ടോ, അയാളെ പിൻപറ്റരുത് കേട്ടോ എന്ന് ആ ഉമ്മ പറയണമെങ്കിൽ ആ പ്രവാചകന്റെ ശബ്ദം അത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നും ആ ഉമ്മയുടെ കുഗ്രാമത്തിൽ ആ പ്രവാചകനെ കുറിച്ചുള്ള വർത്തമാനം എത്തിയിട്ടുണ്ട് എന്നുള്ളതിനും തെളിവാണത്.
അപ്പൊ ഞാനാണ് ആ മുഹമ്മദ് എന്ന് വ്യക്തി എന്ന് പരിശുദ്ധ റസൂല് പറയുമ്പോൾ പിന്നീട് സംഭവിക്കുന്ന ജീവിത മാറ്റവും അവിടെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ ആ മാറ്റങ്ങൾ സമൂഹത്തിൽ നടത്തണം. ഇവിടെ പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നും ഒരു വ്യക്തി വന്ന് ഒരു പ്രവാചകനെ പിന്തുണക്കണമെങ്കിൽ, പ്രവാചകന്മാരെ പിന്തുണക്കണമെങ്കിൽ, ആ പ്രവാചകന്റെ സംസാരവും ആ പ്രവാചകന്റെ ചിന്തയും അത്രമാത്രം ആ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ നമുക്കിതിൽ എന്താണ് പാഠം? നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇന്ന് ബാങ്ക് കൊടുത്താൽ മതി, പള്ളി കെട്ടിയാൽ മതി, മദ്രസ ഉണ്ടാക്കിയാൽ മതി, അതിലും തന്നെയാണ് പ്രവാചകന്മാരെ റിസാലത്തിന്റെ വ്യാപനത്തിന്റെ അടയാളമെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാര് ജീവിക്കുന്ന സമൂഹമാണ് നമ്മൾ. ദുർബലരായ, സത്യത്തോട് ഒരു നീതിബോധവും ഇല്ലാത്ത, എന്നിട്ട് അതെല്ലാം വലിയ ഏതൊക്കെയോ ആളുകളെ ഉദ്ധരിച്ചിട്ട്, ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ വാക്കുകൾ ഉദ്ധരിച്ച് പടച്ച തമ്പുരാന്റെ വചനത്തെ ഒരു നിലക്കും ചർച്ച ചെയ്യാത്ത വ്യക്തികളുടെ സംസാരങ്ങളെ എടുത്തുദ്ധരിച്ച് ഇത് മതി എന്ന് പറയുന്ന ഒരു ദുർബലരായ പണ്ഡിത സമൂഹം നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പണ്ഡിതന്മാര് നിലകൊള്ളുന്ന ഒരു സമൂഹമാണ്. ഇവിടെയാണ് നമ്മളെ അപജയം. നമ്മളെ കുറിച്ച് അറിയാത്ത, പ്രവാചകന്മാരെ കുറിച്ച് അറിയാത്ത, നിങ്ങൾ എന്തിന്റെ വേണ്ടി നിലകൊള്ളുന്നു എന്നറിയാത്ത, നോക്കൂ നിങ്ങൾ എല്ലായിടത്തും സത്യവിശ്വാസികളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഈ രൂപത്തിലുള്ള, സത്യത്തിൽ എന്താണ് ഇവർ പറയുന്നത്? ഒരു കുഫറിന്റെ ശക്തികൾ ഒരുമിച്ചുകൂടി അവര് ഒരു സമൂഹമായി നിന്നുകൊണ്ട് പിഞ്ചു പൈതങ്ങളെ പോലും ക്രൂരമായി കൊല്ലുകയും അവർക്ക് മുകളിൽ നിരന്തരം ബോംബുകൾ വർഷിക്കുകയും അവരുടെ പീരങ്കികളും തോക്കിൻ ഉണ്ടകളും പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് പോലും ഉതിർത്തിവിടുകയും ചെയ്യുന്ന ക്രൂരമായ ലോകം. അത് കണ്ട് സഹിക്കവയ്യാതെ എങ്ങോ ഒരു ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇതാ ഇവരുടെ കൊലയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു പീഡിപ്പിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കുമ്പോൾ പോലും മിണ്ടാത്ത പ്രവാചകന്മാരെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നീതി നടപ്പാക്കാൻ ആവശ്യപ്പെടാത്ത പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉപറാക്കളുമുള്ള ഒരു സമൂഹത്തിന്റെ ദയനീയമായ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് ഈ സമൂഹത്തിനുണ്ടാകുക? എങ്ങനെ ഈ സമൂഹത്തിന് മുകളിൽ അള്ളാഹുവിന്റെ നസ്ർ എങ്ങനെയാണ് അവതരിക്കുക? പക്ഷേ ആ പ്രവാചകന്മാരെ പിൻപറ്റി സ്വയം ജീവിതത്തെ ബലി കൊടുത്തൊരു മനുഷ്യൻ, മരണത്തിന് സ്വന്തത്തെ വിട്ടുകൊടുത്ത് പ്രവാചകന്മാരെ പിന്തുണച്ചൊരു മനുഷ്യൻ ആ സമയം പറയുന്ന ഒരു വർത്തമാനമുണ്ട്: പടച്ചോനെ, ഞാൻ അനുഭവിക്കുന്ന ഈ സ്വർഗീയ ലോക അനുഭൂതി ഉണ്ടല്ലോ, ഇത് ഈ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. എന്താണ് ആ വർത്താനത്തെ അള്ളാഹു എടുത്തുദ്ധരിച്ചത്? നമ്മൾ വായ കൊണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുകയും കർമ്മം കൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം അങ്ങനെ. നമ്മളെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ പരിസരങ്ങളിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ പറയുന്നതിനോട് എത്രമാത്രം നമ്മൾക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന്. ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത, കാപട്യം പേറുന്ന, കാപട്യത്തിന്റെ മൂർത്തമായ ഭാവത്തെ അവതരിപ്പിക്കാൻ പറയാനുള്ള വാക്കെന്താണെന്ന് എനിക്കറിയില്ല. കളവ് പറയുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന, അത് ഒരു സമൂഹത്തോടും വ്യക്തികളോടും പുലർത്തുന്ന കാപട്യം പേറുന്ന ഒരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആ രക്ഷയ്ക്ക് നമ്മൾ അർഹരൊന്നുമല്ല. നിരന്തരം കളവ് പറയുന്നു, കളവിനെ പിന്തുണക്കുന്നു, അതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു സമൂഹം. അപ്പോ അള്ളാഹു ഇത്തരം ആളുകളുടെ എല്ലാം തന്നെ ആ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, പേര് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. പേര് പറഞ്ഞിട്ട് അതിമങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട. അതിങ്ങനെ പറഞ്ഞ് അവരത്രയായിരുന്നു, ഇത്രയായിരുന്നു, നാടങ്ങനെയായിരുന്നു, ആ സമൂഹം അങ്ങനെയായിരുന്നു, അവരുടെ രാജാവ് ഇങ്ങനെയായിരുന്നു എന്നും പറയാതെ അവരുടെ ഇടയിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും ആ കർമ്മത്തോടുള്ള ഒരു സമൂഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചും
അവിടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സങ്കീർണതകളും സംഘർഷങ്ങളും എല്ലാം രൂപപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വാക്താക്കളായി നിലകൊള്ളേണ്ടതെന്നും അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക, അവന്റെ സഹായവും അവന്റെ റഹ്മത്തും അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മുകളിൽ എങ്ങനെയാണ് വർഷിക്കുക എന്നും അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇതാണ് ഇതിലെ ഒരു സംഭവം. പിന്നെ നോക്കിയും ഇതുപോലെ ധാരാളം ആയത്തുകൾ കാണാൻ പറ്റും. നമ്മൾ മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയിൽ ഇതിന് മുമ്പ് ഒരു ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പേര് പറയാതെ വല്ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു, നിഷേധികൾക്ക് ഉദാഹരണമായിട്ട് അള്ളാഹു ഉദാഹരിക്കുന്ന രണ്ട് ആളുകളുണ്ട്. എന്താണ്? ഇംറഅത്ത നൂഹിൻ വംറഅത്ത ലൂത്തിൻ. അവിടെ പേര് പറഞ്ഞില്ല. കാരണം എന്താണ് പേര് പറയാത്തത്? കാരണം ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് പേര് പറയാതെ പോകുന്നത് എന്ന് ഇമാം ഷാറാവി പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം ആവർത്തിക്കപ്പെടും. അപ്പൊ പേര് പറഞ്ഞാലോ കാലം പറഞ്ഞാലോ സമയം പറഞ്ഞാലോ അത് സമൂഹം ഇന്നും ഒരു കാലത്തേക്ക് മാത്രം അതിനങ്ങ് മാറ്റിവെക്കും. ആ സമൂഹവുമായി മാത്രം അതിനങ്ങ് ചേർത്ത് പറയും. അപ്പോ ഇത് ഒരു കാലത്തിന്റെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ പ്രശ്നമല്ല, ചില കൂട്ടങ്ങളുടെ പ്രശ്നമല്ല. അത് കാലാകാലങ്ങളിൽ മാറി മറിയുന്ന ജനപദവുമായി ജനസമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആവർത്തിക്കപ്പെടുന്ന വിഷയങ്ങളാണിതെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പേര് പറയാതെ പോയത് എന്നാണ് ഇമാം ഷഹറാവി വിശദീകരിക്കുന്നത്. ഇതുപോലെ തന്നെ വല്ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന, അവിടെയും ധീരയായ ഒരു ഉമ്മയെ കുറിച്ച് പറയുമ്പോഴേ ആ ഉമ്മയുടെ നാമം പറഞ്ഞില്ല. കാരണം ഇത് ആവർത്തിക്കപ്പെടും. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇത് ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയിലേക്ക് മാത്രം ചേർത്തി വെക്കേണ്ട ഒന്നല്ല. ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള ധീരയായ സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെല്ലാവരും ഈ ആയത്തിന്റെ അള്ളാഹുവിന്റെ ഈ ഉദ്ധരണിയുടെ ഉള്ളിൽ അവരിങ്ങനെ ശോഭിച്ചു നിൽക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പേര് പറയാതെ പോയത്. വളരെ ശ്രദ്ധേയമാണ് ഇമാം ഷഹറാബിയുടെ ആ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും. ആസിയമാർ, ആ പേര് തേടി പിടിച്ച് നമ്മൾ ആ പേര് കണ്ടെത്തി, ആസിയ എന്നുള്ള പേര് കണ്ടെത്തി. പക്ഷെ അള്ളാഹു പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ പേര് പറയാതെ ആ വ്യക്തിത്വത്തെ പൂർണ്ണമായി അള്ളാഹു അംഗീകരിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനയെ അള്ളാഹു ലോകത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും എടുത്തുദ്ധരിക്കുകയും ചെയ്യുമ്പോഴും, പടച്ചോനെ നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം പണിത് തന്നാ മതി എന്ന് പറയുന്ന തൂക്കുമരത്തിൽ കയറുമ്പോൾ തന്റെ തന്റെ വലത് കൈയും ഇടം കാലും ഛേദിക്കുമ്പോഴും നെഞ്ചിലേക്ക് ആഴത്തിൽ ചാട്ടുളി കൊണ്ട് കുത്തുമ്പോഴും അവർ ജീവിച്ച മഹാസൗഭാഗ്യങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട്, കൊട്ടാരത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ ക്രൂശിക്കുമ്പോഴും സ്വർഗത്തിൽ ഒരു ഭവനം തന്നാ മതി എന്ന് പറയുന്ന ആ പ്രാർത്ഥനയെ എടുത്തുദ്ധരിക്കുമ്പോൾ പോലും ആ സ്ത്രീയുടെ നാമം പറയാതെ, ആ മഹാസ്ത്രീയുടെ നാമം പറയാതെ, ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന, ചരിത്രത്തിൽ നിരന്തരം ഉണ്ടാകുന്ന സംഭവമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ വിഷയത്തെ നമുക്ക് മുമ്പിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ മറിയമ ഇബ്നത ഇമ്രാന എന്ന് പറയുന്നത് അവിടെ എന്തുകൊണ്ട് പേര് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം വരും, എന്നാ അവിടെ എന്തുകൊണ്ടാണ് മറിയമിനെ തന്റെ ഉപ്പയുമായിട്ട് ചേർത്ത് പറഞ്ഞുകൊണ്ട് എന്തിനാ പറഞ്ഞത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടാത്ത ഒന്നാണെന്നുള്ളത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ഓരോ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ മറിയമ ഇബ്നത ഇമ്രാന എന്താണ്? എന്ന് ഇമാം ഷാറാവി പറയുന്നു. അവരുടെ വ്യക്തിത്വത്തെ പേര് പറഞ്ഞുകൊണ്ട്, ഉപ്പയോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിനെ എടുത്തുദ്ധരിച്ചു. അതെന്തിനാണ്? മറിയം എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടാവൂല. കാരണം അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അച്ഛനില്ലാതെ അള്ളാഹുവിന്റെ പിന്നെ ചില പ്രത്യേക ഇടപെടൽ മൂലം ഒരു സ്ത്രീ ഗർഭിണിയാകുക, എന്നിട്ടൊരു കുഞ്ഞ് പ്രസവിക്കുക, ആ കുഞ്ഞിന്റെ പ്രസവ സംഭവങ്ങളെ എടുത്തു കാണിക്കുക. അവരിങ്ങനെ വന്നിട്ട് ഒരു വരണ്ട ഭൂമിയിലെ പിന്നെ ഒരു നിർജീവമായ ഒരു കാരക്കമരം, ഉടങ്ങി നിൽക്കുന്ന മരത്തെ പിടിച്ച് കുലുക്കുക,
എന്നിട്ട് അതിൽ നിന്ന് നല്ല ഈത്തപ്പഴങ്ങൾ നിലത്ത് വീഴുക, അതെടുത്ത് ഭക്ഷിക്കുക, അവർ പ്രസവിക്കുക, എന്നിട്ട് ഒരു ചോരക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോഴ് പിന്നെ യാ മറിയമു മാക്കാന വമാക്കാനത്ത് ഉമ്മുക്കി ബഗിയ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇതാ ഈ കുഞ്ഞിനോട് ചോദിക്കൂ, ഈ ചോരക്കുഞ്ഞിനോട് ചോദിക്കൂ, ഇനി നദർത്തുലിർ റഹ്മാനി സൗമ, പരമകാരുണ്യവാന് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നു, അതിനാല് ഈ കുട്ടിയോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ അന അബ്ദുല്ലാ ആത്താനിയൽ കിതാബ വജഅലനി നബിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഒരു കുഞ്ഞ് സംസാരിക്കുക. ഇത് ആവർത്തിക്കപ്പെടൂല ചരിത്രത്തിൽ, ഇനി ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ പേരെടുത്ത് പറഞ്ഞു. അതാണ് ലിതകൂന മിസാലൻ വഖുദുവതൻ ലികുല്ലി മുഅ്മിനിൻ ഫി കുല്ലി സമാനിൻ വമക്കാൻ. അപ്പൊ ഈ പേരെടുത്ത് പറയാത്ത ഈ സംഭവങ്ങളെല്ലാം തന്നെ അത് എല്ലാ കാലത്തുമുള്ള ആളുകൾക്കുള്ള മഹാപാഠമായിട്ടാണ്. പിന്നെ മറിയം ബീവിയുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഈമാന്റെ ആ ദൃഢതയെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു പുരുഷന് പോലും ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണല്ലോ അവിടെ നിലനിൽക്കുന്നത്. തന്റെ വ്യക്തിത്വത്തെ എല്ലാ അർത്ഥത്തിലും പിച്ചി ചീന്തുന്ന ഒരു വല്ലാത്തൊരു ദുരന്തം. ആ ദുരന്തത്തിൽ പോലും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ മനോധൈര്യം കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് അള്ളാഹു അതിലേക്ക് നമ്മളെ ചൂണ്ടുകയാണ്. അത് ആവർത്തിക്കപ്പെടാത്ത ഒന്നായത് കൊണ്ട് അവരുടെ പേരുകൾ പരാമർശിക്കുകയും അതോടൊപ്പം അവരുടെ ഈമാന്റെ ആ കാഠിന്യത്തെ, ആ മൂർത്തമായ അവസ്ഥാന്തരീക്ഷത്തെ അള്ളാഹു നമുക്ക് പാഠമാക്കി അള്ളാഹു വെക്കുകയും ചെയ്യുന്നു. ആസിയ ബീവിയോടൊപ്പം ചേർത്ത് പറയുന്നു, അവരെ ഫിറഔന്റെ ഭാര്യയോടൊപ്പം ചേർത്ത് പറയുന്നു. അപ്പോൾ ഇവര് എല്ലാ കാലത്തുമുള്ള അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരു സമൂഹത്തിന് മാതൃകയായി, മാർഗദർശികളായി, എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തുമുള്ള മനുഷ്യർക്ക് പാഠമായി അള്ളാഹു ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കൊണ്ടുവന്നു വെക്കുകയാണ്. അപ്പോ മാറി മറിയുന്ന ചരിത്ര സംഭവങ്ങളായതുകൊണ്ട് അത് പുനരാവിഷ്കരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ഒന്നും തന്നെ അവരുടെ നാമങ്ങളോ കാലമോ സമയവും പറയാതെ പോകുന്നു. ഇതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ ചിന്തയും ചർച്ചയും. ഇമാം ഷഅറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. ഏതായാലും അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ സൗന്ദര്യപൂർണമാക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ നമ്മുടെ ജീവിത വായുവാക്കി, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാക്കി, നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയാക്കി അള്ളാഹു മാറ്റട്ടെ. നാളെ നമ്മെയും ഇവരെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ഈ ധീരന്മാരോടൊപ്പം ജീവിച്ച് ധീരതയോടുകൂടി ലോകത്തോട് വിട പറയുന്ന ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടവും പിന്നെ ആ ഫിറോവിന്റെ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. നമ്മളെ ഈ ആളുകളെ പണ്ഡിതന്മാരത് ബോധ്യപ്പെടുത്താനും സമൂഹത്തിൽ ഇറക്കാനും എന്തുണ്ട് മാർഗം നമുക്ക് ആലോചിക്കാൻ പറ്റും. ഖുർആന് വെറുതെ ഇങ്ങനെ ഓതിപ്പോകാതെ നമ്മൾ ഇതിങ്ങനെ ഓതാൻ പറയാണല്ലോ. നിങ്ങൾ ഖുർആൻ ഓതി, ഇപ്പൊ റമദാൻ വരാണ്, എല്ലാരും എന്താ പറയാ, ഖത്തം തീർക്കണം എന്നാണ് പറയുന്നത്. ഇതിലെന്താണ് എന്റെ റബ്ബിനോട് പറഞ്ഞത് എന്നൊന്നും ആരും ചിന്തിക്കൂല. എല്ലാരും ഇനിയിപ്പോ ഓതി ഓതി തീർക്കാനുള്ള വമ്പല്ലേക്കാരോ. ഒരായത്ത് ഓതിയിട്ട് ആ ആയത്തിലൂടെ എന്റെ റബ്ബിനോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ റമദാന് പൂർണ്ണമാകുമ്പോൾ ഒരു പേജ് ഓതിയാൽ മതി. അതേക്കാരം ഏറ്റവും ഏറ്റവും പിന്നെ കരണീയമായിട്ടുള്ള അതേക്കാരം. ഈ ഖുർആൻ ഓതിയ പുണ്യം കിട്ടുമോ, പുണ്യം കിട്ടും, പുണ്യം കിട്ടും എന്ന് പറയും. പുണ്യം കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അള്ളാന്റെ റസൂൽ അത് പറയുമ്പോൾ അത് കേട്ട സമൂഹം ആരാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കും. അത് അറബികളാണ്. അറബികൾ അത് ഓതുമ്പോൾ ഓൽക്ക് അറിയാം അതിന്റെ ഉള്ളിലുള്ള ആശയം എന്താണെന്നുള്ളത്. അപ്പോ ആ ആശയം തിരിയുന്ന ഒരു സമൂഹം ആകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു പിന്നെ വിഷയം കൂടി അതിനുള്ളിൽ കൊണ്ടുവരണം. കാരണം നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്ന് പറയുമ്പോൾ അത് ആദ്യം ആരോടാണ് പറഞ്ഞത്? അത് തിരിയുന്ന ഒരു സമൂഹത്തോടാണ്. അപ്പൊ ഓലെ കൂടുതൽ ആവേശമുള്ളവരും ഈമാനുള്ളവരും എല്ലാം ആക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ അത് പറയുന്നത്. നമ്മളത് ഇങ്ങനെ എടുത്തു തിരിക്കുകയാണ്, നിങ്ങൾ ഓതിക്കോളൂ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നത്.
പക്ഷെ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് എന്ന് അപ്പൊ പറഞ്ഞു കൊടുക്കൂല. അസ്സലാമു അലൈക്കും. അലൈക്കും പിന്നെ സലാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ചില ഖുറാനിൽ ചില പേരുകൾ പരാമർശിച്ചിട്ടില്ല, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളതാണ്. ഉം അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഫിറാവിന്റെ പേര് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടല്ലോ ഖുറാനില്. ആ അപ്പൊ അത് ഫിറാവുന്റെ അതെങ്ങനെ? പേരല്ല, അതൊരു ഒരു എന്താ പറയാ, അതൊരു സ്ഥാനപ്പേര് മാത്രമാണ് ഫിറാവുൻ എന്നുള്ളത്, അയാളെ പേരല്ല അത്. അല്ല, ആസർ എങ്കിൽ ആസറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ ആ പിതാവിനെ കുറിച്ച് പേരെന്ന് ഉദ്ദേശിച്ചിട്ടില്ലേ? ആ ചില പേര് ചിലപ്പോ മൂസാ നബി, ഈസാ നബി, വമിൻഹും മൻ ഖസസ്ന അലൈക അല്ല, വമിൻഹും മൻ ലം നഖ്സും അലൈക അഴേക്ക് വകല്ലമല്ലാഹു അതെ. മൂസ തക്ലീമ. അപ്പൊ ഇവിടെയും ഈ ചർച്ച ഇമാം ഷാറാബി കൊണ്ടുവരുന്നുണ്ട്. വമിൻഹും മൻ ഖസസ്ന അലൈക, ചില ആളുകളെ പേരും അള്ളാഹു പറയുന്നത് എന്തിനാണ്? അതിൽ ബഷരീയൻ എന്നാണ് ഉപയോഗിക്കുക അവിടെ. ഇപ്പൊ മൂസൽ ബഷരിയ, ഫിറഔനുൽ ബഷരിയ, മുഹമ്മദുൽ ബഷരിയ എന്ന് അങ്ങനെ വിശദീകരിക്കും. അത് ആ റിസാലത്തിനെ അല്ലെങ്കിൽ പേറി അല്ലെങ്കിൽ ഒരു റിസാലത്തിനോട് മുഖാമുഖം നിന്ന ഒരു ഒരു പ്രധാന കേന്ദ്ര ബിന്ദു എന്നുള്ള നിലക്ക് അവിടെ പേര് പറയുമ്പോൾ അതും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നു. ബഷരിയ എന്നാണ് അതിനെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുക. മൂസൽ ബഷരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജനതയോടൊപ്പം ജീവിക്കുന്ന വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ മാറി മറിയുന്ന മനുഷ്യ പദവുമായി, മനുഷ്യ സഞ്ചയവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറഞ്ഞത്. അപ്പോ നേരെ മുഖാമുഖം നിൽക്കുന്ന വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ പറയും. ഇബ്രാഹിം നബിയുടെ നേരെ കാരണം സ്വന്തം മോനെ ഒറ്റുകൊടുക്കുകയാണ് തന്റെ പിന്നെ ബിസിനസ് സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എറിഞ്ഞോളി എന്ന് പറയാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. അത് രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി. തന്റെ നിലനിൽപ്പിന് സ്വന്തം ഭാര്യയെ ചിലപ്പോൾ മാണിക്കൊല്ലും, പിതാവിനെ കൊല്ലും, മക്കളെ കൊല്ലും. അപ്പൊ അതൊരു ബശരീയായ ഒരു സംഭവമാണ്. അതിനെ വിശദീകരിക്കുന്നത് വമിൻഹും മൻ ഖസസ്ന അലൈക വമിൻഹും അല്ലം നഖ്സുസുഹും അലൈക വകല്ലമല്ലാഹു മൂസ തക്ലീമ. എത്രയോ പ്രവാചകന്മാരിൽ എന്താ എല്ലാ പ്രവാചകന്മാരും പേരെടുത്ത് പറയാതിരുന്നത്? അത് കർമ്മമാണ് അടിസ്ഥാനം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പേര് പറയൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കർമ്മമാണ് അടിസ്ഥാനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാ. ലനത്തഖിദന്ന അലൈഹി മസ്ജിദ എന്നുള്ളത് ഇപ്പൊ നിങ്ങള് ഇത് അവിടെ പോസിറ്റീവായിട്ട് അല്ലല്ല പറഞ്ഞിട്ടുള്ളത് അല്ലേ? അവരുടെ പേരിൽ നമുക്കൊരു പള്ളി നിർമ്മിക്കാം, അല്ലെങ്കിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കാം എന്നുള്ളത് നെഗറ്റീവ് ഒരു അർത്ഥത്തിലാണ് പറയുന്നത്, ഒരു നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞ് അവരുടെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അവിടെ അപ്പൊ അന്ന് ദീനില്ലാത്തൊരു സമയത്ത് പള്ളി എന്നുള്ള ഒരു ആരാധനാലയം എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് ഇപ്പൊ അത് വിവക്ഷിക്കുന്നത്? ദീനില്ല എന്നുള്ളതല്ലല്ലോ. അപ്പോഴേക്കും ഒരു മാറി മറിഞ്ഞൊരു സാമൂഹിക അന്തരീക്ഷത്തെ അള്ളാഹു എടുത്തു കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് അവിടെ മാറി മറിഞ്ഞ അല്ലയ്യാവുദാവിലുഹാബൈനാസ്, എല്ലാ സമയത്തും ഒരുപോലൊന്നും ആവൂല കാലം. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് പ്രതികൂലമാണെങ്കിൽ നാളെ അനുകൂലീകാരം. ആ അനുകൂലമായ സാഹചര്യത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാതിരുന്നാല് അത് പ്രതികൂലമായി വീണ്ടും ഭവിക്കും. അറോവമാര് വരുന്നത് ഒരു പ്രവാചകന്റെ അധികാരത്തിന് ശേഷമാണ്. ആ പ്രവാചകന്റെ സമൂഹം പിന്നീട് അങ്ങനെ ക്രൂശിക്കപ്പെടാണ്ടായ കാരണം എന്താ? യൂസുഫ് നബിയുടെ ഒരു സമൂഹം പിന്നീട് ക്രൂശിക്കപ്പെടുകയാണല്ലോ. ഇത്രമാത്രം നിന്ദിതരായി അവര്. അപ്പോ തങ്ങളുടെ നീതിബോധവും അതുപോലെ തന്നെ ധർമ്മബോധവും കൈവടിയും ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന്റെ അപജയത്തെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആ ത്യാഗം കൊണ്ട് അള്ളാഹു പിന്നീട് സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റാണ് അള്ളാഹു അവിടെ എടുത്തു കാണിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെ അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ഒരു സത്യത്തോടുള്ള ഒരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അതിനപ്പുറം ഇവരെ പിൻപറ്റുന്ന ഒരു ജീവിത രീതിയാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും മാറി മറിയാൻ പോകട്ടോ കാലം എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്.
കാരണം നമ്മളങ്ങനെ നമ്മൾ പണ്ടുള്ള എന്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. അപ്പൊ ആനയെ നമ്മളെ കയ്യിലില്ലാതെ നമ്മളതിനെങ്ങനെ പറയാണ്, ആ വിശ്വാസം നമ്മളെ കയ്യിലില്ലാതെ നമ്മൾ പലതും ചെയ്തു കൂട്ടാനുള്ള ശ്രമം നടത്തുകയാണ് നമ്മള്. ആ, അതാണ് സംഭവം. സമാനമായ ഒരു പിന്നെ യൂസഫ് നബിന്റെ ഉം. സമൂഹത്തിന്റെ സമാനമായ ഒരു അവസ്ഥ തന്നെയല്ലേ ഇന്ത്യൻ ജനതക്കും വന്നു വരാൻ പോകുന്നത്. കാരണം അത് VIPs ആയിട്ട് നമ്മളെല്ലാം അങ്ങനെ പിന്നെ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. കാരണം ഇന്നത്തെ ആധുനിക ഫറവായിട്ട് മോദിനെ സ്ഥാപിക്കാൻ പറ്റൂലേ? കാരണം VIP ആയിട്ട് കടന്നു വന്ന സമൂഹമല്ലായിരുന്നു മുസ്ലിം സമൂഹം ഇവിടെ ഇന്ത്യയിൽ. ഉം, ഉം, ഉം. അതല്ലേ നമ്മൾ പഠിക്കണം, നമ്മളെല്ലാം ചിന്തിക്കണം. നമ്മള് പിന്നെ പിന്നെ എല്ലാം പറയുമ്പോഴും നമ്മള് പിന്നെ വ്യക്തികളെ ആക്ഷേപിക്കുകയോ വ്യക്തികളെ നിന്ദിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. അത് പ്രവാചകന്മാരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ചില വിഷയങ്ങളെ പറയുമ്പോഴേ നമ്മൾ ആക്ഷേപസ്വരത്തിലാണ് ചിലത് പറയും. അപ്പോ അവിടെയും അത്തരത്തിലുള്ള ഇടങ്ങളിൽ ഒരു പ്രവാചകൻ വന്നുകൊണ്ട് സംസാരിക്കുന്ന സംസാര ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും സൂക്ഷിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് അതേപോലെ ഉപയോഗിക്കണം. അത് വലിയൊരു ഘടകമാണ് ഇവിടെ. ഇത്തരം ഇടങ്ങൾ വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് അത്രയും പിന്നെ ഒരു ധിക്കാരിയായ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അള്ളാഹു ഒരു പ്രവാചകനെ പഠിപ്പിക്കുന്ന ഒരു നീതിബോധത്തിന്റെ വർത്താനുണ്ട്. ആ നീതിബോധത്തിന്റെ വർത്താനം പലപ്പോഴും പിന്നെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മള് പിന്നെ ഇവിടെ നമ്മൾ അത് പറയുമ്പോ വളരെ വളരെ ചേർത്ത് പറയേണ്ട ഒരു വിഷയമാണ്. ആ നീതിബോധം നമുക്ക് നഷ്ടപ്പെടുന്നു. അത് ഞമ്മക്കിടയിൽ പോലും ഇല്ല ആ നീതിബോധം. ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. കാരണം അള്ളാഹു ആരോടും പിന്നെ അള്ളാഹു തന്റെ ഹുജ്ജത്ത് പൂർണ്ണമാകാതെ ഒരു സമൂഹത്തെ അള്ളാഹു അങ്ങനെ നിഷ്കാസനം ചെയ്യൊന്നുമില്ല. അത് അള്ളാഹു റബ്ബാണ് എന്നുള്ളതിന്റെ തേട്ടാണ്. പഠിക്കണം. ഈ പിന്നെ ഇത് പറയുമ്പോഴേ നമ്മൾ അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മള് പിന്നെ ഒച്ച വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ സംഘർഷങ്ങൾ പിന്നെ ഉണ്ടാക്കല്ല വേണ്ടത്. നീതിയോട് കൂടിയിട്ട് സംസാരിക്കണം. ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തെ അംഗീകരിച്ചു മനുഷ്യനെ ആദരിക്കേണ്ട പോലെ ആദരിച്ചു ആയിരിക്കണം സംസാരിക്കേണ്ടത്. അപ്പൊ അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്.